ഹലോ മുതലാളെ, മുത്തുമണിയാളെ. പിന്നെ നമ്മളെ മീൻ ചത്ത് 3 വർഷമായിട്ട് എൻ്റെ അമ്മ വളർത്തുന്ന മീനാണ്. 3 മീനുകളുണ്ടതിന്. അതിലിപ്പോൾ ഇത് നടുവത്തെ മീനാണ്. അതായത് ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല, നടുക്കത്തെ മീനാണ് ഇപ്പോൾ ഈ ചത്ത് കണ്ട്. അതിപ്പോൾ അതിനെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നതാണ്. ഈ ജ്യേഷ്ഠൻ്റെ മോനാണ് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്നത്. അവിടെ വേറൊരു ഏട്ടൻ്റെ മോനവിടെ കുഴിയെടുക്കുന്നുണ്ട്. എല്ലാം ചെക്കന്മാരെ ഓരോ ഫ്രണ്ട്സൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. മീനുണ്ട്, കുയ്യെടുക്കുകയാണ്. കുയ്യ് അത്യാവശ്യം വലിപ്പം വേണത്. മീൻ കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. ഏകദേശം ഒരു 4 കിലോനൊക്കെ ഉണ്ടാവും. ഈ 5 കിലോനുള്ള ഒന്ന് വേറെ ഒന്നുണ്ട് വലുത്. പിന്നെ ഇതിലേറെ കുറച്ച് ചെറുതുമാണുള്ളത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇതേന്. എന്ത് പറ്റിയാവും മീൻ അങ്ങനെ ഇതായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താ സംഭവിച്ചതാണ്. ഈ ഇന്നലെ ഒരു ബത്തലിൻ്റെ എന്തോ ഇട്ടീന്. ഇപ്പം അതായത് ഇതിൽ നിന്ന് വാങ്ങിയ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മീനിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്തിന്. ഇപ്പം അതിലെന്തെങ്കിലും സംഭവിച്ചാണോന്ന് അറിയില്ല. ബത്തൽ മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ഇട്ട് കൊടുത്തിന്. ഇപ്പോൾ 2 ദിവസമായി ഇട്ടിട്ട്. ഇപ്പോൾ അതെന്താ സംഭവിച്ചതെന്നറിയില്ല. വലിയ മീനാണ്. ഏതായാലും കുയ്യെടുക്കണ തിരക്കിലാണ് കേൾക്കാം. വേഗം എടുക്കട. ആൾ മാറി കൊത്തുണ്ട്. ചെക്കന്മാരെ ഞാൻ മുഖം കാണിക്കണ്ട കരുതി ഇങ്ങനെ എടുക്കുന്നവർ. ഏതായാലും അവൾക്ക് ആൾക്കാർ മാറി കുത്തനൊക്കെ ഉണ്ട് കുഴി. വേഗം നോക്കി കുട്ടികളെ, വേഗം നോക്കി. മീനെ വലിപ്പം വീതി നീളം കുറച്ച് വേണത്. കൊള്ളാൻ ചാൻസ് കമ്മിയാണ്. കുറച്ചും കൂടി വീതി കൂട്ടിക്കളടാ, അല്ലാതെ കൊള്ളൂല. വീതി എന്നാ പറയുന്നത്, നീള കൂട്ടണ്ട്. അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചക്കം എല്ലാം തോണ്ടിയാക്കുന്നുണ്ട്. ഏതായാലും മറമാടി നമ്മൾ കബറടക്കി ചക്കനെ. അല്ല, ഇത് മറ്റേ ഒരു കബറടക്കുന്ന കണ്ടിട്ടേ 3 പൊടി മണ്ണിട്ട് ഇടുകയാണ് എല്ലാവരും. കൈക്കോട്ട് പൊട്ടിയും ചെയ്തു അതിൻ്റെ അടിയിൽ. കൈക്കോട്ടൊക്കെ നമ്മളത് അങ്ങനെ തന്നെ. അത് ഈ കുത്തി മാന്തി അടക്കാനുള്ളൊരു ഇതുള്ളൂ. മതിടാ, മതി. അതിൻ്റെ മേലൊരു കല്ലെന്തേലും വെച്ചാൽ മതി. ചെടി കുത്തിയിട്ട് കാര്യമില്ല. ചെടി ഒരു സാധാ കബറടക്കുന്ന കണ്ടിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ ഇല കുത്തി വെക്കുക.
നമ്മളെ മീൻ കുയ്യ് കാണിച്ചു തരാം ഇനി വരി. മീൻ കുയ്യിൻ്റെ അടുത്ത് ഇതാണ് നമ്മൾ ഉള്ള റിങ് ഇട്ടുകാണ്ട് 2 റിങ് അട്ടിയിട്ടുകാണ്ട് ഇതാണ് മീൻ. അതിൻ്റെ വെള്ളം ഇനി മാറ്റണം. വെള്ളം മാറ്റാനായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം മാറ്റുകയാണ്. അത് മീൻ വന്ന് ചത്തോണ്ട് ഇനി മറ്റേ മീനുകൾ ഇനി ഇതാവേണ്ട കരുതി വെള്ളം മാറ്റുകയാണ്. പൈപ്പ് ഇട്ടുകയാണ്. അങ്ങനെ പൈപ്പിൽ നിന്ന് പോകണം. അതിൻ്റെ അടിയിലത്തെ പൈപ്പ് കേടാണ്. അതുകൊണ്ടാണ് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പം നമ്മളത് ഇനി കുറച്ച് മുക്കി ചിന്തേണ്ടി വരും. കുറച്ച് ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയ മീനൊരു കുഴപ്പമില്ല. അതിന് അവിടെ ഉണ്ട്. അതിൽ ഏതായാലും നീ ഉണ്ടാവട്ടെ. മുക്കി ചിന്തയാണ് ഇപ്പോൾ. ഇത് അപ്പോഴാണ് നമ്മൾ കണ്ടത് അടുത്ത ഏറ്റവും ചെറിയ മീനും ചത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. ഇത് ഏകദേശം ഒരു 3 കിലോനൊക്കെ ഉണ്ടാവും. എൻ്റെ വലിപ്പമുള്ളൂ. ഇത് ചെറുത്. പിന്നെ നടുക്കത്താണ് നേരത്തെ കുഴിച്ചിട്ട്. ഇനി ഇതിനെയും കുഴിച്ചിടണം. 2 മീനുകൾ ചത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു സിമെൻറ്റ് ചാക്കിൻ്റെ 3/4 ഭാഗത്തോളം ഉണ്ട്. ഇതന്നെ അത്യാവശ്യം വലിപ്പം. ഇതാണ് നമ്മളെ വലിയ മീൻ. ഇതൊരു 5 കിലോൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. അത്രയും വലിപ്പമുണ്ട്. ഇതിന് തന്നെ ഒരു സാറ് കമ്മി ഉണ്ട്. ഇപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ടാണോ അറിയില്ല. കാൽമക്ക് വെള്ളമാക്കല്ലിമ്മ. ഞാൻ ഒരു ഒപ്പിച്ചൊരു നിർത്താണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഇനി വല്ല പുതിയ വെള്ളം ആക്കി കൊണ്ടുപോയി ഇറക്കിയേക്കാം. പൊന്തിക്കട ഒന്ന് കാണിച്ചെടുക്കുക. ഇതാണ് നമ്മളെ വലിയ മീൻ. 3 കൊല്ലമൊക്കെ ആയിക്കുണ്ടാവും ഏകദേശം. ഇത് ഉമ്മ വളർത്തൽ തുടങ്ങിയിട്ട്. ഇത് ഉമ്മയാണ് വളർത്തുന്നത് കേട്ടോ. ഞാനൊന്നല്ല. അത്യാവശ്യം വലിപ്പമുണ്ട്.